ഈ മാസം ഏതാണ്ട് പകുതിയോടുകൂടിയാണ് ഇസ്രയേൽ ഇറാന് നേരെ ആക്രമണം നടത്തിയത്. 13-14 തീയതികളിൽ. അതെ, 13-14. ആ ആക്രമണം നടത്തിയ ദിവസം, അതായത് ആദ്യ ദിവസം തന്നെ ഇറാന്റെ സുപ്രധാന സൈനിക നേതൃത്വത്തെ, അതായത് മുഹമ്മദ് ബാഗ്ദാരി സൈനിക തലവന്മാരെയൊക്കെ IRGCയുടെ തലവൻ ഹൊസൈൻ സൽമാനി കൊല്ലപ്പെട്ടു. സേനാനായകൻ കൊല്ലപ്പെട്ടു ആദ്യത്തെ ദിവസം. സേനാനായകൻ, പിന്നെ ആണവ ശാസ്ത്രജ്ഞന്മാർ, അതായത് അവരുടെ ആണവ ബുദ്ധി കേന്ദ്രം എന്നൊക്കെ പറയപ്പെടുന്നത് ഖമനയുടെ ഉപദേഷ്ടാവ്. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ഇസ്രയേൽ അങ്ങനെ ആക്രമണം നടത്തുമ്പോൾ എങ്ങനെയായിരിക്കും ഇത്ര കൃത്യമായിട്ട് ഇവരെ കണ്ടുപിടിച്ച് കൊലപ്പെടുത്തുന്നത്? അതിൻ്റെ ഉത്തരം വന്നിട്ടുണ്ട്. ആ ഉത്തരത്തിന് ഒരു പേരുണ്ട്. ആ പേര് കാതറീൻ പരസ് ഷക്തം എന്നാണ്. ഓപ്പറേഷൻ്റെ പേരാണോ? അല്ല, ഒരു പെൺകുട്ടിയുടെ പേര്. ഫ്രഞ്ചുകാരിയായ ഫ്രാൻസിൽ ജനിച്ച ഒരു ജൂത പെൺകുട്ടി. അവളെക്കുറിച്ച് അവളുടെ പ്രായം അറിയില്ല. ഞാൻ ഗൂഗിൾ മുഴുവൻ, ജെമിനി ഉൾപ്പെടെ എല്ലായിടത്തും നോക്കി എത്ര വയസ്സുണ്ടെന്ന് നോക്കി. ഒറ്റ വിവരമേ ഉള്ളൂ, 18 വയസ്സിൽ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചത് ഒരു യമൻ പൗരനെയാണ്. അതിനുശേഷം ഒരു യമൻകാരനെ കല്യാണം കഴിച്ചതിന് ശേഷം അവൾക്ക് വല്ലാത്ത ദാഹം ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം. അങ്ങനെ അവൾ ഇസ്ലാമിക് മതത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. പഠിച്ചു, അവൾ മതം മാറിക്കഴിഞ്ഞിട്ട് അവൾ സ്വീകരിച്ച മതം എന്ന് പറഞ്ഞാൽ മുസ്ലാം മതമാണ്. ഇസ്ലാം മതത്തിലെ ഷിയ വിശ്വാസധാരയുടെ ഭാഗമായി. എന്നിട്ട് അവൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് അവൾ ഇറാനിലായിരുന്നു. ഇറാനിൽ ഇസ്ലാം മതസ്ഥാപനങ്ങളെല്ലാം അവിടെയൊക്കെ പോയി അവിടെ നിരന്തരം ബന്ധപ്പെട്ടു. ഇസ്ലാമിക ഷിയ ആചാരങ്ങളുടെ ഭാഗമായി തീർന്നു. അവൾ അവിടെ എത്തിയത് എഴുത്തുകാരി എന്ന നിലയിലാണ്. ഇറാനിൽ 1979 ശേഷമുണ്ടായ ഇസ്ലാമിക വിപ്ലവത്തെക്കുറിച്ച് ഒരുപാട് ലേഖനങ്ങൾ എഴുതി. ഇറാൻ പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചു. ആ ലേഖനങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു. അവസാനം ഇറാനിലെ ടെലിവിഷനിൽ വന്നു. എന്തിനേറെ, അവസാനം നമ്മുടെ കാതറീൻ പരസ് ഷക്തം എഴുതുന്ന ലേഖനങ്ങൾ അയത്തുള്ള അലി ഖമനേയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വരെ വരാൻ തുടങ്ങി. ഇവരെഴുതുന്ന ലേഖനങ്ങൾ. അങ്ങനെ ഇറാനു വേണ്ടി ഏറ്റവും കൂടുതൽ ലോകത്തോട് സംസാരിക്കുന്ന മാധ്യമ പ്രവർത്തകയും എഴുത്തുകാരിയുമായി കാതറീൻ പരസ് ഷക്തം മാറി. ഷക്തത്തിൻ്റെ ബന്ധങ്ങൾ വലുതായിരുന്നു. കാരണം അയത്തുള്ള അലി ഖമനേയി അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഷക്തമിൻ്റെ ലേഖനങ്ങൾ, ശക്തമായ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു തുടങ്ങി. സുന്ദരിയാണ്, വെള്ളാരം കണ്ണുകളുള്ള ലോകത്തിലെ എല്ലാ മദാമ്മമാരെക്കുറിച്ചും, അല്ലേ, വൈറ്റ്സിനെ കുറിച്ചും, മദാമ്മ എന്നുള്ള ജനറലി പറഞ്ഞാൽ അതെ പോലെയുള്ള സുന്ദരിയായ വെള്ളാരം കണ്ണുകളുള്ള സുന്ദരി. അവളങ്ങനെ ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ അരുമയായി മാറി. അവൾക്ക് കൊല്ലപ്പെട്ട പ്രസിഡന്റ് ഉണ്ടല്ലോ, വിമാനാപകടത്തിൽ മരിച്ച ഇബ്രാഹിം റൈസിയുമായിട്ട് അടുപ്പായിരുന്നു. റൈസിയുടെ ഓഫീസിൽ എപ്പോൾ വേണമെങ്കിലും ചെല്ലായിരുന്നു. റൈസിയും ഈ ശക്തവുമായിരിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. അത്ര അടുപ്പായിരുന്നു. അതുകൂടാതെ IRGC, ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിൻ്റെ എല്ലാ തലവന്മാരുമായിട്ട് ബന്ധം. അന്ന് കൊല്ലപ്പെട്ട ആദ്യത്തെ ദിവസം തന്നെ ഇറാനിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട തലവനുണ്ടല്ലോ, ഹൊസൈൻ സൽമാനിയുടെ ഓഫീസിൽ നിരന്തരം പോകാനുള്ള അനുവാദം. അപ്പോൾ IRGCയുടെ തലവനുമായിട്ട് വളരെ അടുപ്പമുള്ള ആളെന്ന് പറയുമ്പോൾ IRGCക്കാർ എവിടെ കണ്ടാലും കാതറീൻ പരസ് ഷക്തമിനെ സല്യൂട്ട് ചെയ്യുമായിരുന്നു. പിന്നെ മാത്രമല്ല, അതിൻ്റെ തലവൻ്റെ ഏറ്റവും അടുപ്പമുള്ള മാധ്യമ പ്രവർത്തക, എഴുത്തുകാരി എന്ന നിലയിൽ എല്ലാ സൈനിക ഉദ്യോഗസ്ഥരുടെ ഭാര്യമാരുമായിട്ടും കാതറിന് ശക്തമായ ബന്ധമുണ്ടായിരുന്നു. അവരുടെയൊക്കെ വീട്ടുകളിൽ നിത്യ സന്ദർശകയായിരുന്നു. അവരുടെ ഭർത്താക്കന്മാരെ അറിയാം, അവരെവിടെ പോകുന്നറിയാം. അങ്ങനെ ഇറാനെക്കുറിച്ച് സമഗ്രമായ വിവരങ്ങൾ ആർക്കറിയാമായിരുന്നു? കാതറീൻ പരസ് ഷക്തമിന് അറിയാമായിരുന്നു. അതിനുശേഷം അവൾ എല്ലായിടത്തും പോകും, എല്ലാ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലും പോകുമ്പോൾ അതിൻ്റെ ഫോട്ടോസ് എടുക്കുന്നതിനാണ്, ലേഖനം എഴുതാൻ വേണ്ടിയിട്ടാണ്, ഇറാൻ പത്രങ്ങളിൽ വരാൻ വേണ്ടിയിട്ട്, ഇറാൻ ടെലിവിഷനിൽ വരാൻ വേണ്ടിയാണ്, അയത്തുള്ള അലി ഖമനയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ വരാൻ വേണ്ടിയിട്ടാണ്. 4-5 തവണ അയത്തുള്ള അലി ഖമനയെ പോലും നേരിട്ട് കണ്ട് മണിക്കൂറുകൾ സംസാരിക്കാൻ ഭാഗ്യം കിട്ടിയ വനിതയാണ്. ആരാണ് വനിത? കാരണം സ്ത്രീകളെ രണ്ടാം തരം വസ്തുക്കളായി കാണുന്ന ആളാണ്, രാജ്യം അവിടെ നിൽക്കട്ടെ, ആളാണ് അയത്തുള്ള അലി ഖമനയെ കണ്ട് ഖമനയോട് മണിക്കൂറുകൾ സംസാരിക്കാൻ 4-5 തവണ അവസരം കിട്ടിയ ഇറാനിലെ ഏക വനിത ആരെന്ന് ചോദിച്ചാൽ കാതറീൻ പരസ് ഷക്തം എന്നാണ് പറയുന്നത്. അത്ര പവർഫുൾ ആയിട്ടുള്ള കാതറീൻ പരസ് ഷക്തം കഴിഞ്ഞ മാസം, ഈ കടന്നു പോകുന്ന മാസം, ജൂൺ 13 ആക്രമണം നടത്തിയത്.
മെയ് അവസാനം കാതറിൻ പരസ് ശക്തമനെ കാണാതായി. ഈ ആക്രമണത്തിന് തൊട്ടു മുമ്പ് കാതറിൻ വാനിഷ് ചെയ്തു പോയി, എവിടെ പോയി എന്നറിയില്ല. പക്ഷേ അപ്പോഴേക്കും പെട്ടെന്ന് കാണാതായപ്പോൾ ഇറാനിൽ ചില സംശയങ്ങളുണ്ടായി. എവിടെ പോയി കാണുന്നില്ലല്ലോ, ആരോടും പറഞ്ഞിട്ടില്ലല്ലോ, രേഖകൾ പരിശോധിച്ചു, രാജ്യത്ത് കാണുന്നില്ല, വിമാനത്താവളത്തിൽ വിവരമില്ല. അപ്പോൾ ചില സംശയങ്ങൾ കാതറിന് എവിടെ പോയി എന്ന്. അങ്ങനെ ഈ സംശയങ്ങളൊക്കെ ഉണ്ടാവുന്നത് ജൂൺ മാസം 10-ാം തീയതിയോട് കൂടിയായിരുന്നു. 10-ാം തീയതി മുതൽ കാതറിൻ്റെ അല്ലെങ്കിൽ ശക്തമിൻ്റെ അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടു. കാണുന്നില്ല, എവിടെ 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 എന്നൊക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് രാത്രിയിൽ മിസൈലുകൾ പറന്നു വന്ന് ഇറാൻ്റെ സകല സൈന്യാധിപന്മാരെയും സകല ശാസ്ത്രജ്ഞന്മാരെയും ചുട്ടുവന്നത്. കൃത്യമായി അവരുടെ വീടുകളിൽ, ഇവരുടെയൊക്കെ വീടുകളിലെ നിത്യസന്ദർശകയായിരുന്നു അത് കാതറിന് അറിയാമായിരുന്നു. കാതറിൻ്റെ ഫോണിലൂടെ ഈ വിവരങ്ങളൊക്കെ കൃത്യമായി ഓരോ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ അവിടുത്തെ ലൊക്കേഷൻസ് ഇസ്രയേലിലേക്ക് വെക്കൊണ്ടിരുന്നു ഓരോ സമയത്തും. ഇപ്പോൾ സിനുവിൻ്റെ വീട്ടിൽ വരുന്നു, സിനുവിൻ്റെ വീട്ടിലിരിക്കുമ്പോൾ സിനുവിൻ്റെ വീട്ടിൻ്റെ ലൊക്കേഷൻ നേരെ പോകുന്നു, മൊസാദിന് പോകുന്നു. അതായത് ഇപ്പോൾ ഇറാനും മനസ്സിലാക്കി കഴിഞ്ഞ 6-7 വർഷക്കാലം അവരുടെ പരമാചാര്യന് പോലും പ്രിയങ്കരിയായിരുന്ന കാതറിൻ പരസ് ശക്തം മൊസാദിൻ്റെ ചാരവനിതയായിരുന്നു. ഞെട്ടിപ്പിക്കുന്നവരാണ്. ഇപ്പോൾ ഇറാൻ വ്യാപകമായി അവിടെ എയർപോർട്ടുകളിലും അവിടെയൊക്കെ ഇന്നലെ കിൽക്കണമെന്ന് പറഞ്ഞ പോലെ കാര്യം ചെയ്തിട്ടുണ്ട്. എന്നറിയോ, ഫോട്ടോകൾ പ്രദർശിപ്പിച്ചു. വാണ്ടഡ് കാതറിൻ പരസ് ശക്തമനെ കണ്ടവരുണ്ടോ? അത്രയും അന്വേഷണത്തിലേക്ക് എത്തി അല്ലേ? കാരണം ഇന്നലെ കൂടി ഈ മൊസാദിന് വേണ്ടി ചാരവൃത്തി നടത്തി എന്ന് പറഞ്ഞ ഒരാളെ തൂക്കിക്കൊന്നു. അപ്പോൾ ഇറാനെ മുച്ചൂടും മുടിക്കുന്ന ആക്രമണം നടത്താൻ ഇസ്രയേലിനെ സഹായിച്ചത് കാതറിൻ പരസ് ശക്തമാണ്. ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ, മൊസാദിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഡയറിങ് ആയിട്ടുള്ള ഓപ്പറേഷൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം സിനു, പ്രേക്ഷകരും ആലോചിക്കണം. ഇസ്രയേലിൻ്റെ പദ്ധതിയെ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി അവിടെ ഒരാളെ കയറ്റിവിടണം. ആണുങ്ങളെ വിട്ടാൽ ശരിയാവത്തില്ല, ഒരു വനിതയെ വിടണം. അതിന് കണ്ടുപിടിച്ചു, ഫ്രാൻസിലുള്ള ഒരു ജൂത പെൺകുട്ടിയെ കണ്ടുപിടിച്ചു. അവളെ ട്രെയിൻ ചെയ്തു. അവൾ വന്നിട്ട് യമനിൽ വന്നൊരു യമനിയെ കല്യാണം കഴിച്ചു. യമനിയെ കല്യാണം കഴിച്ചിട്ട് എനിക്ക് ഇസ്ലാം പഠിക്കണം എന്ന് തീരുമാനിച്ചു. ഇസ്ലാം പഠിച്ചു. എനിക്ക് ഇസ്ലാമായ പോരാ, സുന്നിയല്ല, ഷിയ മുസ്ലിമാണ് ശരി, അതുകൊണ്ട് എനിക്ക് ഷിയ ആവണം എന്ന് പറഞ്ഞ് നേരെ ഷിയ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രഭവ കേന്ദ്രമായ ഇറാനിലേക്ക് പോയി. ഇറാനിൽ പോയിട്ട് ഇറാനെ വാഴ്ത്തി നിരന്തരം ലേഖനങ്ങൾ എഴുതി, പുസ്തകങ്ങൾ എഴുതി. അങ്ങനെ ഇറാൻ സൈന്യത്തിൻ്റെ, ഇറാൻ രാഷ്ട്രീയ നേതാക്കന്മാരുടെ, ഇറാൻ പ്രസിഡന്റ് റൈസിയുടെ, പിന്നെ അയത്തുള്ള അലി ഖമനയുടെ വിശ്വസ്തയായി മാറി. 4-5 വർഷങ്ങൾ കൊണ്ട്. 4-5 വർഷം മുമ്പേ ഇസ്രയേൽ തീരുമാനിച്ച് നടപ്പാക്കിയ പ്ലോട്ട്. അപ്പോൾ എത്ര കാലമായിട്ട് ട്രെയിൻ ചെയ്തു കാലമായിട്ടുള്ള പദ്ധതി. ഇസ്രയേൽ ഒരു കാര്യം ചെയ്യുന്നു ഒറ്റ ദിവസം കൊണ്ടല്ല, അടുത്ത 5 വർഷം 10 വർഷം മുമ്പിനുള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോഴേ തീരുമാനിച്ച് നടപ്പാക്കുന്ന ഒരു ഡിസൈനാണ് ഈ ശക്തമിൻ്റെ കഥയിൽ പറയുന്നത്. എന്നിട്ട് കൃത്യമായി എല്ലാ വിവരങ്ങളും കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ മിസ്സിങ് ആയി. ആൾ ഇസ്രയേലിലുണ്ടാവും അല്ലേ, സുരക്ഷിതമായിട്ട്. നമ്മുടെ മാനന്തവാടിക്കാരൻ, നമ്മുടെ പേജർ വെച്ച റിൻസൺ എവിടെയാ അറിയില്ലല്ലോ. പക്ഷേ കൃത്യമായിട്ട് റിൻസനെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യിച്ചു. അപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ കൃത്യമായിട്ട് മൊസാദിനെ ആരും പഠിക്കും. അപ്പം നമ്മുടെ ഇപ്പം ലോകം ഞെട്ടുന്നത് ഖാദറിൻ്റെ കഥകൾ വന്നു തുടങ്ങുന്നത്. മലയാളത്തിലൊന്നും വന്നിട്ടില്ല. എനിക്കൊന്ന് മലയാളത്തിൽ ആദ്യം പറയുന്നത് നമ്മളാണ്. ഈ വാർത്തകൾ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഇറാനെ മുടിപ്പിച്ചത്. ഇറാന് സ്ത്രീശാപം, സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നൊരു രാജ്യമാണ്. അതുകൊണ്ട് ഒരു സ്ത്രീ തന്നെ ഇറാനെ തീർക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങി. നോക്കൂ, അവളുടെ ഒരു സഫറിങ് നോക്കൂ. നമ്മൾ മാതാഹരിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ചാരവനിത, ലോകത്തിലെ ചാരവനിതകളുടെ ഏറ്റവും വലിയ ചാരവനിതകളുടെ ചരിത്രമെടുത്ത ഹിമാലയം പോലെ നിൽക്കുന്ന ആളാണ് മാതാഹരി എന്ന് പറയുന്ന ഒരു ആത്മസമർപ്പണമുണ്ട്. ഫ്രാൻസിൽ സുഖമായിട്ട് കഴിയാവുന്ന പെൺകുട്ടി യമനി വരുന്നു, യമനിലെ ഒരു മുസ്ലിമിനെ കല്യാണം കഴിക്കുന്നു, മതം മാറുന്നു, എന്നിട്ട് ഷിയ ആവാൻ വേണ്ടി ഇറാനിൽ വരുന്നു, അവിടെ താമസിക്കുന്നു. അപ്പോൾ ഇതിന് ഈ ചാരവൃത്തി മൊസാദിന് വേണ്ടി ചെയ്യുന്ന ഈ പെൺകുട്ടിയുടെ ഒരു അർപ്പണം സ്വന്തം രാജ്യത്തിന് വേണ്ടി, സ്വന്തം മതത്തിന് വേണ്ടി അല്ലേ. ജൂതന്മാർ ഈ ലോകത്ത് വളരെ കുറച്ചുള്ളൂ. എൻ്റെ ഈ ജൂ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു ആത്മസമർപ്പണം പോലെ പിടിക്കപ്പെട്ട ഒരു വെടിയുണ്ടേ തീരും അല്ലേ. വെടിയുണ്ടേലൊന്നുമല്ല, പെൺകുട്ടി ആയതുകൊണ്ട് ഏറ്റവും ക്രൂരമായി ഭേദ്യം ചെയ്ത്, കണ്ണു ചുഴന്നെടുത്ത് നാവ് മുറിച്ച്
ശാരീരിക ആ, പീഡനം ഒരുപാട് കൂറം കൊണ്ട് തലക്കടിച്ച് നമ്മുടെ അമ്നിയെ കൊന്നില്ലേ, ഒരു മുടിച്ചുരുള് പുറത്ത് കാണിച്ചതിന് വേണ്ടി എന്ന് പറയുന്നത് പോലെ ഭീകരമായ മരണം തൊട്ട് മുന്നിലുണ്ടെന്നറിഞ്ഞിട്ടും 6-7 വർഷമെടുത്ത് അവിടെ ഉണ്ടായിരുന്നു. ഇപ്പം നോക്കൂ, വേറെ ഒന്നും ആലോചിച്ച് നോക്കൂ, നമുക്ക് ചിത്രം കാണിക്കാം പ്രേക്ഷകരെ. കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് പെഷസ്ക്യാന് മുമ്പ് പ്രസിഡന്റായിരുന്ന റൈസിയും ശക്തം കൂടെ സംസാരിക്കുന്ന ഫോട്ടോ ഉണ്ട്. റൈസിയുടെ ഓഫീസിൽ എപ്പോഴും ചെല്ലാമായിരുന്നു. അപ്പോൾ റൈസി ഈ വിമാനത്തിൽ പറന്നു പോകുന്നത് ഒരുപക്ഷെ ആർക്കറിയാമായിരുന്നു? ഇസ്രായേലിനറിയാം, ഇസ്രായേലിനറിയാം. സ്വാഭാവികമല്ലേ? സ്വാഭാവികമാണ്. അപ്പൊ പക്ഷെ അന്ന് ഈ സംശയത്തിന്റെ നിഴൽ വരാതിരിക്കാൻ അവർ ശ്രമിച്ചു. കാരണം പറയുന്നത് അതോ വിമാനം പഴയ വിമാനമായിരുന്നു, തകർന്നുപോയി. ഇറാന് പോലും സംശയം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇറാൻ പാർലമെന്റിൽ പേജർ ആക്രമണം നടന്നതിന് ശേഷം ചിലർ ചോദിച്ചു, അത് നമ്മുടെ പ്രസിഡന്റ് പോകുമ്പോൾ പ്രസിഡന്റ് കയ്യിലും പേജർ ഉണ്ടായിരുന്നു, ഒരു പക്ഷേ അന്ന് പ്രസിഡന്റിന്റെ പേജർ പൊട്ടിത്തെറിച്ചതാണോ ഈ അപകടത്തിന് കാരണമെന്നൊരു ചോദ്യം വന്നിരുന്നു. അപ്പോൾ ഏതായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ എക്സിൽ കണ്ട ചില വീഡിയോസ് ഉണ്ട്. അതായത് ഈ ഭൂമിക്കടിയിൽ ബങ്കർ ഉണ്ടാക്കി അവിടെ ഒളിച്ചിരുന്നിട്ട് ആക്രമണം നടത്തുന്ന പരിപാടിയാണല്ലോ ഹമാസിന്റെ സ്പോൺസർ ഇറാനാണല്ലോ. ഇറാനിലെ ചില കെട്ടിടങ്ങളുടെ അടിയിൽ ഭൂമിക്കടിയിൽ ബങ്കറുകൾ ഉണ്ടാക്കി മൊസാദ് ട്രെയിൻ ചെയ്ത ചാരന്മാർ അവിടെ ഉണ്ടായിരുന്നു. അവരും കൂടെ ചേർന്നിട്ടാണ് മരുഭൂമിയിൽ നിന്ന് രാത്രി ഡ്രോണുകൾ, ഇറാനുള്ളിൽ നിന്ന് ഡ്രോണുകൾ അയച്ച് ഇറാനെ തകർത്തത്. അപ്പോൾ വളരെ കൃത്യമായി സ്ഥലം കൃത്യമായി മനസ്സിലാക്കി, ആരൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ വീടുകളിലുണ്ട് എന്നും മനസ്സിലാക്കി ആക്രമണം നടത്തി ഇറാൻ്റെ സേനാനായകരെയും ശാസ്ത്രജ്ഞന്മാരെയൊക്കെ കൊലപ്പെടുത്തിയത്, കൊന്നത് ഇസ്രായേൽ വിമാനങ്ങളല്ല, മറിച്ച് കാതറിൻ പെരസ് ശക്തം അയച്ചു കൊടുത്ത ലൊക്കേഷനുകളിൽ ഉപയോഗിച്ച് ഇറാൻ്റെ ഉള്ളിലുണ്ടായിരുന്ന മൊസാദാണെന്ന് ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുക. ലോകത്ത് മൊസാദ് ഇന്ന് വരെ നടത്തിയതിൽ ഏറ്റവും ഗംഭീരവും ആവേശകരവുമായ ഓപ്പറേഷനാണ് മൊസാദിൻ്റെ ഏജൻറ്റ് നമ്പറൊന്നും നമുക്കറിയില്ല, കാതറിൻ പെരസ് ശക്തം നടത്തിയതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇനിയും കാതറിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഒരുപക്ഷെ നമ്മൾ ഭാവിയിൽ കേട്ടേക്കാം, അത് നമുക്ക് പ്രേക്ഷകരോട് പറയാം. ഏതായാലും ആദ്യമായി മലയാളത്തിൽ കാതറിൻ പെരസ് ശക്തം എന്ന് പറയുന്ന ഈ പെൺകുട്ടി, ഈ സുന്ദരിയായ പെൺകുട്ടി ഇറാനെ മുച്ചൂടും മുടിച്ചത് എങ്ങനെയെന്ന് ഇതിലൂടെ വ്യക്തമാവുകയാണ്.